ओम शांति। मधुबन में मोस्टली शाम का जो क्लास हुआ करता था वो यज्ञ की हिस्ट्री का ही होता था. മധുബനിലും രാത്രി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതും യജ്ഞത്തിൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടാണ്. कोई भी प्रोग्राम हो, चाहे बीकेस का या नॉन बीकेस का, उसमें मनोहर दादी को यज्ञ की कहानी सुनाने को बोला जाता था. ഇപ്പോൾ ബി കേസിൻ്റെയോ നോൺ ബി കേസിൻ്റെയോ ക്ലാസ് മധുബനിൽ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മനോഹർ ഇന്ദിര ദാദിയാണ് യജ്ഞ ഹിസ്റ്ററി എല്ലാവരെയും കേൾപ്പിച്ചു കൊടുക്കാറ്. तो सब उसको मनोहर कहानियाँ बोलते थे. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള യജ്ഞത്തിൻ്റെ കഥകൾ ദാദി കേൾപ്പിക്കുമായിരുന്നു. उन दिनों एक मैगजीन भी निकलता था, मनोहर कहानियाँ. तो दादी की कहानियों को जो दादी मनोहर स्पेशली सुनाया करते थे यज्ञ की कहानियाँ, तो उसको मनोहर कहानियाँ कहा जाता. അങ്ങനെ ഒരു ബുക്ക് മാഗസിൻ തന്നെ ഉണ്ടായിരുന്നു, മനോഹര കഥകൾ എന്ന് പറഞ്ഞിട്ട്. മനോഹർ ദാദി യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞ ഹിസ്റ്ററി, മനോഹര കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ തന്നെ ഉണ്ടായിരുന്നു. तो दादियाँ बैठ कर के जब यज्ञ की बातें सुनाती थी तो ऐसा लगता था कि सुन जाओ, सारा पी लो जैसे. हाँ, और यज्ञ की उन चीज़ों को देख के सूक्ष्म में तीसरे नेत्र से देख के बहुत आनंद आता था. और जितना आप यज्ञ की बातों को सुनेंगे, पुरानी बातों को सुनेंगे, दादियों की बातों को सुनेंगे, आपको प्राउड फील होगा कि हमारे जो पूर्वज रहे, दादियाँ दीदियाँ जो दिग्गज रहे, वो कितनी महान आत्माएं थी. सांसारिक दृष्टिकोण से भी बहुत महान थी. അതായത് ദാദിമാരെ യജ്ഞത്തിൻ്റെ ഹിസ്റ്ററി കേൾപ്പിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. അതായത് സൂക്ഷ്മ രൂപത്തിൽ നമ്മൾ അതെല്ലാം നേരിട്ട് അനുഭവം ചെയ്യുന്നത് പോലെ. മാത്രമല്ല ആ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഒരു അഭിമാനം, ശുദ്ധമായ അഭിമാനം തോന്നും. കാരണം നമ്മളുടെ പൂർവികർ എത്ര മഹാനാത്മാക്കളാണ് എന്ന്. हमको इतनी तो समझ है कि ये वही विश्व महाराजन महारानी और विश्व को संभालने वाले विश्व की मालिक जो आत्माएं हैं, पहले पूर्व के देवताएं 108 के माला वाली, वही आत्माएं बाबा के यज्ञ में आदि रत्न बने. കാരണം നമുക്ക് ഈ കാര്യം അറിയാമല്ലോ, വിശ്വമഹാരാജൻ വിശ്വമഹാറാണി ആകാൻ പോകുന്ന, അതായത് ആദിരത്നങ്ങൾ, 108 വരുന്ന ആദിരത്നങ്ങളാണ് ഈ ദാദിമാർ. ആരാണോ സത്യുഗത്തിൻ്റെ ആദിയിൽ വരുന്ന ദേവതമാർ, അത് നമുക്കറിയാമല്ലോ. मेरा बचपन से ही कहानियों के साथ बहुत प्यार रहा. मुझे कहानियाँ सुनना, सुनाना, बनाना, लिखना, और लिखने में थोड़ा कमजोर लेकिन बनाना और कहानियों को सुनाना, ये शुरू से ही बहुत पसंद है. ദീദി പറയാണ്, ദീദിക്ക് ചെറുപ്പം മുതലേ തന്നെ കഥകൾ കേൾക്കുക, കഥകൾ പറയുക, കഥകൾ എഴുതുക, കഥകൾ എഴുതുമായിരുന്നു. അതിനോട് വലിയ ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ और जब वो रियल लाइफ की कहानियाँ हों और उन आत्माओं की कहानियाँ हो जिनको मैं दिल से एडमायर करती हूँ, रिस्पेक्ट करती हूँ, जिनके पथ पे चलना चाहती हूँ, जब उनके जीवन की कहानी होती है तो मैंने कितने ध्यान से सुनने की कोशिश की होगी. और അപ്പം അങ്ങനെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഞാൻ ദാദിമാരുടെ യജ്ഞത്തിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ എത്ര, അതായത് ആ കഥകൾ കേൾക്കുന്ന അനുസരിച്ച് അവർ നടന്ന വഴിയിലൂടെ നടക്കാൻ അത്രയും ആഗ്രഹം ഉള്ളിൽ വെച്ച് എത്ര ഇഷ്ടത്തോടു കൂടിയായിരിക്കും ഞാൻ ആ കഥകൾ കേട്ടിട്ടുണ്ടാകുക. सुना तो वो जो कहानियाँ सुनी हैं उसमें से कुछ पेजेस आपको शेयर करती हूँ. कुछ चीज़ें तो हमें सबको पता है, ब्रह्मा बाबा को साक्षात्कार कैसे हुआ, कैसे ओम मंडली हुई, कैसे आसपास के सब ओम मंडली में जुड़े. यज्ञ की ये कहानी तो सबको पता है ना. അപ്പം അതിൽ കുറച്ച് കഥകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോവാണ്. പിന്നെ നിങ്ങൾക്ക് യജ്ഞത്തിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ കഥകളൊക്കെ, അതായത് എങ്ങനെയാണോ ബ്രഹ്മ ബാബ ശിവബാബയുടെ രഥമായത്, ഓം മണ്ഡലിയിലെ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. सुना फिर भी उससे पहले की भी कहानियाँ थोड़ी थोड़ी सुनने को मिलती है कि ब्रह्मा बाबा थे कैसे. बाबा യജ്ഞത്തിന് മുമ്പ്, അതായത് ശിവബാബ വന്ന് ബ്രഹ്മബാബയെ രഥമാക്കി യജ്ഞം സ്ഥാപിക്കുന്നതിന് മുമ്പ് ബ്രഹ്മബാബ എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചിട്ടും കുറേ കഥകൾ കേട്ടിട്ടുണ്ട് എന്ന് പറയാണ് ദീദി.
ब्रह्मा बाबा भी इस जीवन में ग्रास रूट से ही निकले। हाँ, पढ़ाई, उनके पिताजी हेडमास्टर थे लेकिन उनका पढ़ने में कोई मन नहीं था। तो कहा ना, मैं गांव का छोरा था, बिना टोपी बिना चप्पल पहनता था। उन दिनों टोपी नहीं पहनना अच्छा नहीं मानते थे, बच्चों को भी टोपी पहनना होता था उनकी सोसाइटी में, चप्पल भी पहनते थे। लेकिन ब्रह्मा बाबा ऐसा गावड़ा अच्छा उनको लगता था कि बिना टोपी और बिना चप्पल के भी यहाँ वहाँ भागते रहते थे। അതായത് ബ്രഹ്മ ബാബ പറയുമായിരുന്നല്ലോ, മുരളിയിലും ഇടയ്ക്ക് ബാബ പറയാറുന്നില്ലേ, ഞാൻ ഗ്രാമത്തിലെ ഒരു ചെറിയ പയ്യനായിരുന്നു എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ ബാബ ചെറിയ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു. ബാബയുടെ അച്ഛൻ സ്കൂളിലെ ടീച്ചറായിരുന്നുവെങ്കിലും ബാബയ്ക്ക് അങ്ങനെ പഠിത്തത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അന്നൊക്കെ ആ സമയത്ത് തൊപ്പിയൊക്കെ വെക്കും, കാലിൽ ചെരുപ്പൊക്കെ ഇട്ടിട്ട് കുട്ടികൾ നടക്കുള്ളൂ. പക്ഷെ ബാബയ്ക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ തൊപ്പി വെക്കാനും ഇഷ്ടമല്ല, ചെരുപ്പിടാനും ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു, സ്വഭാവമായിരുന്നു. तो ब्रह्मा बाबा ऐसे बड़े हुए बिना ज़्यादा पढ़े लिखे, तो क्या करेंगे, उनके बड़े भाई ने उनको अपने अनाज की दुकान में रख दिया। तो इसलिए ब्रह्मा बाबा को याद है कि उन दिनों 1 पैसे का कितने मण अनाज आते थे। हाँ, ब्रह्मा बाबा कई बार मुरली में बताते ना कि 1 पैसे का भी कितना मण अनाज आता था। അപ്പം അങ്ങനെ പഠിത്തത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മൂത്ത ചേട്ടൻ ബ്രഹ്മ ബാബയെ ആ ജ്യേഷ്ഠൻ്റെ പിന്നെ കടയിലിരുത്തി, ധാന്യങ്ങൾ വിൽക്കുന്ന, അരിയെല്ലാം വിൽക്കുന്ന കടയിൽ ഇരുത്തി. അപ്പോൾ അതുകൊണ്ട് ബാബയ്ക്ക് അറിയാം 1 കിലോ അരിക്ക് 1 പൈസ, എത്ര പൈസ, ഇതൊക്കെ മുരളിയിലിടയ്ക്ക് പറയാറില്ലേ ബാബ പണ്ട് കാലത്ത് 1 കിലോ അരിക്ക് ഇത്ര പൈസയാണെന്നൊക്കെ. सुना। फिर उसके बाद ब्रह्मा बाबा को लगा कि मैं कुछ आगे बढ़ूं, तो वो बॉम्बे आ गए। हाँ, बॉम्बे में किसी छोटे दुकान में भी काम किया, लेकिन जो बाबा का अच्छा सा ज़्यादा समय जो बीता बॉम्बे के एक ज्वेलरी की दुकान में, बाबा नहीं कहते कितने 6 रुपया ऐसे कुछ में बाबा ने वहाँ पे जॉब शुरू किया। പിന്നെ ബ്രഹ്മ ബാബയ്ക്ക് തോന്നി കുറച്ചും കൂടി ഒന്ന് വളരണം എന്ന് തോന്നി, ജീവിതത്തിൽ ഒരു വളർച്ച വേണമെന്ന് തോന്നിയിട്ട് ബോംബെയിൽ വന്നിട്ട് ഒരു ജ്വല്ലറിയിൽ ജോലി എടുത്തു. അപ്പോൾ ആ സമയത്ത് 6 രൂപ ശമ്പളം, സാലറി तो 6 रुपया, 6 രൂപ ഉണ്ടായിരുന്നുള്ളൂ ശമ്പളം. 6 रुपया में उस समय बहुत बड़ी रकम थी, लेकिन है 6 रुपया में ब्रह्मा बाबा ने नौकरी शुरू की थी। और वो जिस दुकान में बाबा ब्रह्मा बाबा ने काम किया था, वो रमेश भाई जी की जो ऑफिस है, मतलब बाबा के यज्ञ के ट्रस्ट की जो ऑफिस स्टॉक एक्सचेंज और ट्रस्ट के बीच में वो आता है जगह, वो दुकान है, अभी तक भी वो दुकान थी। तो कई बार भाई साहब वो दुकान दिखाते थे, जाते हुए दिखाते थे। ये वो दुकान है जहाँ ब्रह्मा बाबा ने एक ज्वेलर के पास काम किया था। അതായത് ഇപ്പോഴും ആ കട ബോംബെയിലുണ്ട്. അത് നമ്മുടെ രമേശ് ഭായിജിയുടെ, നമ്മുടെ അക്കൗണ്ട്സ്, യജ്ഞത്തിൻ്റെ അക്കൗണ്ട്സ് നോക്കിയിരുന്ന രമേശ് ഭായിജിയുടെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു ആ കട, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഭായിജി വളരെ ലഹരിയോടെ പറയുമായിരുന്നു, നോക്കൂ ഈ കടയിലാണ് ബ്രഹ്മ ബാബ ജോലി എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന്. सुना। फिर ब्रह्मा बाबा के मन में वैराग्य बहुत था, तो इसलिए वो कुछ इतना ज़्यादा बढ़ने की कोशिश भी नहीं कर रहे थे। ठीक है, जैसी ज़िंदगी चल रही थी, लेकिन फिर उसके बाद उनको ख्याल आया कि गृहस्थी होना है और काम भी करना है, क्योंकि सबको संभालना है करके। तो उसके लिए अच्छा काम करने के लिए, अच्छा पैसा कमाने के लिए बाबा कलकत्ता आए और कलकत्ते में अपनी ज्वेलरी की शॉप खोली। ബാബയ്ക്ക് മുമ്പേ തന്നെ അങ്ങനെ ഒരു വിരക്തിയുടെ ഒരു ഫീലിംഗ് ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ സമ്പാദിക്കണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഗൃഹസ്ഥി ആയതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ധനം ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ ബാബ കൽക്കട്ടയിൽ വന്ന് സ്വന്തമായിട്ട് ഒരു ജ്വല്ലറി ഷോപ്പ് ഓപ്പൺ ചെയ്തു. सुनने में कितना सिंपल लग रहा ना, 6 रुपया रोजगार किया, पता नहीं अनाज के दुकान में काम किया। एक्चुअली इतना सिंपल नहीं थे वो, आज के हिसाब से सिंपल सुनाई देता है, लेकिन उस जमाने में अच्छा रॉयल फैमिली था, क्योंकि हेडमास्टर माना। आप सोचो, जिस जमाने में दादा परदादा, मेरे दादाजी तो पढ़े लिखे थे, मैट्रिक थे, लेकिन मेरे परदादा, उन्होंने उनके समय में तो स्कूल भी नहीं था, वो गए नहीं थे। और ये तो परदादा के से भी ऊपर वाला समझ लो बैच रहा होगा। तो उस समय वो हेडमास्टर थे। माना आप सोचो कि आज से 50 साल पहले हमारे सोसाइटी में सबसे ज़्यादा रिस्पेक्टेड टीचर्स हुआ करते थे।
और वो हेडमास्टर था माना, उनके पिताजी बहुत ही विख्यात और बहुत ही वेल नोन पर्सनालिटी थे पूरे हैदराबाद कराची एरिया में. അപ്പം നമ്മൾ കേട്ടപ്പോൾ ഇങ്ങനെ വിചാരിക്കേണ്ടാവോ എത്ര സിമ്പിളായിരുന്നു എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്തു, പിന്നെ ജ്വല്ലറിയിൽ 6 രൂപയ്ക്ക് ജോലി ചെയ്തു. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ല. നല്ല റോയൽറ്റിയോട് കൂടിയുള്ള ലൈഫ് തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാബയുടെ അച്ഛൻ ടീച്ചറായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്നുള്ള ജോലി എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് കാണുന്ന ഒരു ജോലിയാണ്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ ടീച്ചർ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അത്രയും ആ ഒരു റോയൽറ്റി ലൈഫിലുണ്ടായിരുന്നു. सुना, लेकिन सिंधी लोग मेहनत में भी विश्वास करते थे. तो बाबा ने आकर के यहाँ इंडिपेंडेंटली ज्वेलरी शॉप मतलब शुरू किया. बाबा ने बहुत मेहनत की और बहुत अच्छे मुकाम पे पहुँचे, बहुत ऊंचा बन, क्या कहें, बहुत बड़े बिजनेसमैन बने. അപ്പോൾ നല്ല പരിശ്രമം ചെയ്തിട്ട് തന്നെയാണ് ബാബ കൽക്കട്ടയിൽ വന്നിട്ട് ഇത്രയും വലിയ ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെ ഉടമസ്ഥനായത്. അപ്പോൾ ഇത്രയും വലിയൊരു ജ്വല്ലറി ഷോപ്പ് ബാബയ്ക്ക് കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു നമുക്കറിയാലോ. उस समय का अगर भारत का सिनारियो हम देखें तो ब्रिटिशर्स थे और हम लोग इंडियन जो थे वो कहीं ना कहीं उनके अंडर में चलते थे, ऐसा ही ना. तो ब्रिटिशर्स और हम लोग उनके डिपेंडेंट दास लोग जो भी कहो, स्लेव्स, हाँ दास हो गए थे. और इससे सबसे चलने वाला ये सिनारियो था भारत का. അപ്പം അന്നത്തെ ഭാരതത്തിൻ്റെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? അന്ന് ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ ഭാരതം. അപ്പോൾ നമ്മൾ ഭാരതവാസികൾ ബ്രിട്ടീഷുകാരുടെ അടിമകളെ പോലെ തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരു സീനായിരുന്നു ആ കാലഘട്ടത്തിൽ. लेकिन बाबा का जो फैमिली था उससे पहले भी ऐसा था कि ब्रिटिशर्स जो है इनके घर में विजिट करते थे. പക്ഷെ ബാബയുടെ ഫാമിലി പണ്ടേ അങ്ങനെയായിരുന്നു. ബ്രിട്ടീഷുകാരെ ബാബയുടെ ഫാമിലി വിസിറ്റ് ചെയ്യുമായിരുന്നു. उस समय तो इतनी कारें, इतना घोड़ा गाड़ी, इतना सब कुछ नहीं था, लेकिन फिर भी बाबा के घर में घोड़ा गाड़ी था. समझो उस समय की बात है, बाबा के ज्वेलर बनने से पहले की भी बात है. तो ये लोग रॉयल थे, पहले से रॉयल थे, शहर में रहते थे, हैदराबाद में रहते थे. तो उनका स्टैंडर्ड ऑफ लिविंग बहुत अच्छा था. इस प्रकार के फैमिली से थे. അതായത് ബാബയുടെ കുട്ടിക്കാലത്തെ കാര്യം പറയാണ്. അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ തന്നെ റോയൽ ഫാമിലി ആയിരുന്നു ബാബയുടെ. അന്ന് മുതലേ ബ്രിട്ടീഷുകാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. അന്നേ അവർക്ക് കുതിരവണ്ടി ഉണ്ടായിരുന്നു. അന്നൊന്നും ആർക്കും വാഹനങ്ങളും കുതിരവണ്ടിയും ഒന്നും അങ്ങനെ ഇല്ലാത്ത സമയത്ത് പോലും ഇവർക്ക് കുതിരവണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം റോയൽ ആയിട്ട് തന്നെയാണ് അന്ന് മുതലേ ബാബയുടെ ഫാമിലി ഉണ്ടായിരുന്നത്. बाबा के पिताजी 3 भाई थे. पिताजी ब्रह्मा बाबा के जो पिताजी थे, चूंकि वो टीचर थे, तो बहुत धर्मपरायण और बहुत क्या कहते हैं कंट्रोल में, डिसिप्लिन में रहने वाले, ज़्यादा पैसा कमाना कि देना ऐसा कुछ नहीं, इस प्रकार से रहे. उनको बच्चे भी थे इतने सारे, उनको संभालना था. लेकिन ब्रह्मा बाबा के जो चाचा थे मूलचंद जी, चाचा मूलचंद, उन्होंने विवाह नहीं किया, लेकिन वो अच्छे बिजनेसमैन रहे. उन्होंने धन कमाया भी और बहुत बड़े दानी थे. ये मतलब आज भी लोग कहते हैं हैदराबाद सिंध में मूलचंद दादा कोई ऐसा क्या कहते हैं दानी था, फिलैंथ्रोपिस्ट था. लोग उनको बहुत जानते थे, बहुत विख्यात थे. ये ब्रह्मा बाबा के पिता का भाई, बड़ा भाई है. ब्रह्मा बाबा के पिता बड़े भाई थे, ये छोटा भाई. हाँ, तीसरे नंबर वाले मूलचंद दादा नाम था उनका. ബ്രഹ്മാ ബാബയുടെ അച്ഛന് 3 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മൂത്തത് ബ്രഹ്മാ ബാബയുടെ അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ക്വാളിറ്റി ഇങ്ങനെയായിരുന്നു, ടീച്ചറായിരുന്നല്ലോ. അപ്പോൾ അധികം അങ്ങനെ പൈസ ചിലവാക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ആദർശ വ്യക്തിയായിരുന്നു. ഡിസിപ്ലിൻഡ് ലൈഫായിരുന്നു, കാരണം മക്കളെയൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ബ്രഹ്മാ ബാബയുടെ അച്ഛൻ്റെ അനിയൻ മൂൽചന്ദ് ദാദ, അവരങ്ങനെയായിരുന്നു, ബിസിനസ്മാൻ ആയിരുന്നു, മഹാദാനിയായിരുന്നു. എല്ലാവരും ദാനിയായിട്ടാണ് കണ്ടിരുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ദാനം കൊടുക്കുന്ന ശീലമായിരുന്നു. सुना. फिर उसके बाद जो बातें पता है वो ये है कि ब्रह्मा बाबा आए और बहुत बड़े बिजनेसमैन बन गए. उनकी रॉयल्टी बहुत बड़ी. और उनको बाबा को, ब्रह्मा बाबा को 2 बेटा 4 बेटियां, 6 बच्चे थे ब्रह्मा बाबा को. और मैं समझती हूँ मैंने ब्रह्मा बाबा की 3 बेटियों को देखा है. आप सबने भी 3 बेटियों को देखा होगा. और
दादी निर्मल शांता बड़ी, उनसे भी बड़ी पुट्टू दादी थी निर्मल शांता दादी, और ये सूर्या दादी एक करके, और ब्रह्मा बाबा की बहू तो ब्रजेंद्रा दादी थी। और उसके बाद दादा नारायण दादा तो छोटे थे जब वो ये लोग यज्ञ में आए, लेकिन जब उनके बड़े बेटे की शादी होने वाली थी ब्रह्मा बाबा की, तो उस समय जिस फैमिली से प्रपोजल आया कि हम आपके घर में बेटी दे सकते हैं, लेकिन हमारे कुछ कंडीशंस हैं। ബ്രഹ്മ ബാബ വ്യാപാരത്തിൽ അത്രയും ഉയർന്നു നല്ല ധനമുള്ള ഒരു വ്യാപാരിയായിട്ട് മാറി. ബ്രഹ്മ ബാബയ്ക്ക് 6 മക്കളായിരുന്നു, 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമായിരുന്നു. അതിൽ ദീദി പറയാണ്, ദീദി അതിൽ 3 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. 3 ദാദിമാർ നമ്മുടെ യജ്ഞത്തിൽ അവർ 3 പേരെയും കണ്ടിട്ടുണ്ട്. പിന്നെ മൂത്ത മകൻ്റെ ഭാര്യ ബ്രജീന്ദ്ര ദാദിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മൂത്ത മകന് വിവാഹം ആലോചിക്കുന്ന സമയത്ത് അപ്പോൾ ആ കാര്യം പറയാണ്. അപ്പോൾ മരുമകളെ വീട്ടിലേക്ക് അയക്കുമ്പോൾ, ബ്രജീന്ദ്ര ദാദിയുടെ വിവാഹത്തിന് മുമ്പ് മരുമകളെ വീട്ടിലേക്ക് അയക്കുന്നേക്കാളും മുമ്പ് ബ്രജീന്ദ്ര ദാദിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കണ്ടീഷൻസ് ബ്രഹ്മ ബാബയ്ക്ക് കൊടുത്തിരുന്നു. उसमें से एक कंडीशन था कि मेरी बहन के पाँव कभी फ्लोर पे नहीं पड़ेंगे. അതിലൊരു കണ്ടീഷൻ ഇതായിരുന്നു, എൻ്റെ മകളുടെ പാദം നിലത്ത് സ്പർശിക്കാൻ പാടില്ല. मतलब जहाँ वो चलेगी वहाँ कारपेट बिछा हुआ होना चाहिए, കാർപ്പറ്റ് ഉണ്ടായിരിക്കണം. सुना. और मतलब बहुत सारी और बातें थी, जिसमें से एक प्रधान बात ये थी, और जो भी हम जानते हैं बग्गी होते थे उस समय उनके चलने के लिए, और जब घर से बाहर निकलते थे तो बग्गी तक कारपेट बिछा हुआ होगा, फिर उसमें वो बैठेंगे और जाएंगे, बग्गी में भी पर्दा होता था. तो इतना जो भी कहो, ब्रह्मा बाबा का फैमिली अपने आप में एक बहुत रॉयल फैमिली था, और बाबा का जो रिलेशन था वो बड़े रॉयल फैमिली से था, राजाओं महाराजाओं से. इवन क्वीन विक्टोरिया भी जब आई थी तो क्वीन, हाँ विक्टोरिया जब आई थी ऑस्ट्रेलिया की क्वीन विक्टोरिया तो रानी एलिजाबेथ जब आई थी, हाँ, एलिजाबेथ जब आई थी, तो एलिजाबेथ ने भी ब्रह्मा बाबा से ज्वेलरी खरीदा था, जो अभी तक भी उनके रॉयल फैमिली में है. दीदी निर्मल शांता ने अपना अनुभव सुनाया. जब वो गई थी रॉयल म्यूजियम में, तो जाके बोला ये मेरी ज्वेलरी है, ये मेरी ज्वेलरी है. सुना है ना ये बात? हाँ. അതായത് ഇങ്ങനെ വേറെയും കുറേ കണ്ടീഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ മുഖ്യമായിട്ടുള്ള പറഞ്ഞത്, അതായത് എവിടേക്കെങ്കിലും പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാഹനത്തിൽ കയറുന്നത് വരെയും കാർപ്പറ്റ് ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു, അത്രയും റോയലായിരുന്നു. മാത്രമല്ല അന്നുള്ള റോയൽ ഫാമിലി രാജാക്കന്മാരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ആയിരുന്നു ബ്രഹ്മ ബാബയ്ക്ക്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മളുടെ ലണ്ടനിൽ ഇപ്പോൾ ശരീരം വിട്ടിലെ എലിസബത്ത് രാജ്ഞിയുമായിട്ട് നല്ലൊരു കണക്ഷനായിരുന്നു. എലിസബത്ത് രാജ്ഞി ബ്രഹ്മ ബാബയുടെ ഒരു കസ്റ്റമർ ആയിരുന്നു. ബ്രഹ്മ ബാബ കൊടുത്ത ഒരു ജ്വല്ലറിയുടെ പീസ് ഇപ്പോഴും ലണ്ടൻ മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിർമ്മൽ ശാന്താദാദി ലണ്ടനിൽ വിസിറ്റ് ചെയ്തപ്പോൾ മ്യൂസിയത്തിൽ പോയപ്പോൾ ബാബ ഗിഫ്റ്റ് കൊടുത്ത ആ പീസ് അവിടെ കണ്ടപ്പോൾ ദാദി അത് അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ബാബ കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു രാജ്ഞിക്ക് എന്ന്. सुना. और वो लोग खाली बाबा के कस्टमर थे इतना ही नहीं, लेकिन बाबा के बहुत बड़े बड़े एडमायरर भी थे. बाबा को सब बहुत रिस्पेक्ट करते थे, एडमायर करते थे. കേവലം എലിസബത്ത് രാജ്ഞി ഒരു കസ്റ്റമർ മാത്രമായിരുന്നില്ല, ബാബയോട് വളരെയധികം റെസ്പെക്റ്റ്, ബഹുമാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എലിസബത്ത് രാജ്ഞി. बाबा की पर्सनालिटी बहुत रॉयल, बहुत अच्छी थी, और क्या कहें, बड़े आकर्षक पर्सनालिटी वाली पर्सन. ബ്രഹ്മ ബാബയുടെ പേഴ്സണാലിറ്റി വളരെ റോയൽ ആയിരുന്നു, വളരെ ആകർഷണീയമായ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. सुना. फिर और जो दादियाँ आई वो भी कोई ऐसे सिंपल नहीं थी. अब पहले तो ये देख लिया ब्रजेंद्र दादी कैसे घर की बेटी रही होगी और कैसे घर की बहू थी. दादी निर्मल शांता बाबा की जो बेटी थी, उनका जो विवाह हुआ था, वो कौन से फैमिली में, एडवानी मोटवानी फैमिली, जो भी है एडवानी या मोटवानी फैमिली, जहाँ पे हुआ, वो जो एंटी ओम मंडली के लीडर बने बाद में उनके ससुर, वो सिंध के बहुत ही, हैदराबाद के बहुत ही रॉयल फैमिली थे. बहुत रॉयल घर में बाबा ने अपनी बेटी को दिया. पहली बेटी को तो भगवत गीता के साथ नहीं, दूसरी को, हाँ ये पुट्टू दादी को, जो पुट्टू दादी दूसरी थी,
उनको तो खाली भगवत गीता दे करके एक टीचर से शादी करा दिया बाबा के आने के बाद। बाबा के शिव बाबा के आने के बाद हाँ दूसरी बेटी की शादी की, तो गिफ्ट में खाली एक भगवत गीता दे भगवत गीता, करके एक पुट्टू दादी। टीचर से हाँ शादी कराई। लेकिन जो दादी निर्मल शांता की शादी कराई थी बहुत रॉयल फैमिली में कराई थी। कहते हैं अभी जो लोग जाके आए पाकिस्तान में हैदराबाद में, उनका जो फैमिली का बिल्डिंग था जहाँ पे दादी निर्मल शांता शादी होके गई थी, उनका ससुराल वाला घर, पाकिस्तान सरकार ने उसको अभी अपना म्यूजियम बनाया हुआ है। हैदराबाद का सबसे रॉयल म्यूजियम जो है वो इनका घर है। ബാബയുടെ ലൗകിക് വീട് ഹൈദരാബാദ്, സിന്ധ് ഹൈദരാബാദ് പാകിസ്ഥാനിലായിരുന്നല്ലോ. അപ്പോൾ ബാബയുടെ മാത്രം കാര്യമല്ല, ദാദിമാരുടെയും എല്ലാവരുടെയും ലൗകിക ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും റോയലായിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് ബ്രിജീന്ദ്ര ദാദി പറഞ്ഞല്ലോ. ബ്രിജീന്ദ്ര ദാദി ലൗകിക വീട്ടിൽ എത്ര റോയലായിരുന്നു, ഇവിടെ ബാബയുടെ വീട്ടിൽ വന്നപ്പോൾ എത്ര റോയലായിട്ടാണ് ഇരുന്നത്. അതുപോലെ ബാബയുടെ മകള് നിർമ്മൽ ശാന്ത ദാദിനെ അത്രയും ആഡംബരത്തോടുകൂടി അത്രയും വലിയൊരു ഫാമിലിയിലേക്കാണ് വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് ബാബ. അതിനുശേഷമാണ് ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്ത്. അതിനുശേഷമാണ് അതിൻ്റെ തൊട്ട് താഴെ പുട്ടു ദാദിയുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. പക്ഷെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ കേവലം ഒരു ഭഗവത്ഗീതയുടെ പുസ്തകം മാത്രമാണ് കൊടുത്തത് ഡൗറി ആയിട്ട്. കാരണം അവർ ചേഞ്ച് വന്നു. പിന്നെ ദീദി പറയാണ് ബാബയുടെ അതായത് പാകിസ്ഥാനിലുള്ള സ്ഥലത്ത് നിർമ്മൽ ശാന്ത ദാദിയുടെ ഹസ്ബൻഡിൻ്റെ വീട് അത്രയും റോയൽ ഫാമിലി ആയിരുന്നു, അത്രയും വലിയ വീടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ അത് ഏറ്റവും വലിയ മ്യൂസിയം ആക്കി വെച്ചിരിക്കുകയാണ് അവർ. सुना। और दीदी अब ये लोग ज्ञान में कैसे आए? ब्रजेंद्र दादी का तो हमको पता है कि वो शी इज़ द ओनली विटनेस जिसने शिव बाबा को ब्रह्मा बाबा के तन में आते देखा है। तो शिव बाबा को ब्रह्मा बाबा ने नहीं पहचाना था, तब से ब्रजेंद्र दादी ने पहचान लिया था और बाबा की बन गई थी। हाँ, उनका ट्रांसफॉर्मेशन ऐसा हो गया था. ഇപ്പോൾ ബ്രജീന്ദ്ര ദാദിയെ കുറിച്ചിട്ട് അറിയാമല്ലോ. അതായത് ബ്രഹ്മബാബയിൽ ശിവബാബ പ്രവേശിക്കുന്നത് കണ്ടിട്ടുള്ള ആകെ കൂടിയുള്ള ഒരേ ഒരു ഐ വിറ്റ്നസ് എന്ന് പറയാവുന്നത് ബ്രജീന്ദ്ര ദാദിയാണ്. ബ്രഹ്മബാബ പോലും റിയലൈസ് ചെയ്യുന്നേക്കാളും മുമ്പാണ് ബ്രജീന്ദ്ര ദാദി കണ്ടത് ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിച്ചത്. ब्रह्मा अपने क्या कहें, वो जो लौकिक लाइफ के जब हाई में थे, बहुत ऊंचे स्थान पे थे, तब उन्होंने निर्मल शांता दादी का विवाह करा दिया था. बहुत धूमधाम से बड़े रॉयल फैमिली में बहुत अच्छी तरह से शादी कराया था. खूब धन दिया था और गाड़ी में मतलब बुलाते थे, गाड़ी में ही आना जाना, वो वाला पर्दे वाले बगी में आना जाना ऐसा ही रहता था. मतलब बहुत रॉयल्टी से रखा था. लेकिन अब क्या हुआ, शिव बाबा आ गए ब्रह्मा बाबा में, तो ब्रह्मा बाबा को इन चीज़ों का अब कोई होश नहीं कि गाड़ी से बुलाना चाहिए कि घोड़े से बुलाना चाहिए. अब इन सब चीज़ों में उनका कोई इंटरेस्ट नहीं था. അതായത് ശിവബാബ പ്രവേശിക്കുന്നേക്കാളും മുമ്പാണ് നിർമ്മൽ ശാന്തി ദാദിയുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. അത് വളരെ ആർഭാടത്തോടു കൂടിയിട്ടാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. പക്ഷേ ശിവബാബ പ്രവേശിച്ചതിന് ശേഷം പുട്ടുദാദിയുടെയൊക്കെ വിവാഹം നടക്കുമ്പോൾ ആ സമയത്ത് ബ്രഹ്മബാബയുടെ ഉള്ളിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ യാതൊരു താല്പര്യം ബാബയ്ക്ക് ഉണ്ടായിരുന്നില്ല. ब्रह्मा बाबा बहुत लविंग और केयरिंग फादर थे, जो अपने बच्चों से बहुत ज़्यादा प्यार करते थे और उनका ऐसा ध्यान रखते थे. पर निर्मल शांता दादी ने नोटिस किया कि मेरा फादर चेंज हो गए हैं. अब क्या वो मुझसे उतना प्यार नहीं करते, क्यों नहीं करते हैं? तो उस अभिमान से वो आई थी देखने के लिए कि मेरे फादर को हुआ क्या है, क्यों मुझे वैसा प्यार नहीं करते हैं जैसा पहले किया करते थे. അപ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോഴും പിന്നീടും ഒക്കെ നിർമ്മൽ ശാന്ത ദാദിനെ ശരിക്കൊരു ഒരു പ്രിൻസസ് പോലെ തന്നെയാണ് ബാബ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ശിവബാബ വന്നതിന് ശേഷം ബാബയിൽ ഒരുപാട് മാറ്റം വന്നല്ലോ. അപ്പോൾ നിർമ്മൽ ശാന്ത ദാദി അങ്ങനെ ഫീൽ ചെയ്യായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാബ ലൗകിക അച്ഛനായിരുന്ന സമയത്ത് കുട്ടികൾക്ക് അത്രയും സ്നേഹം കൊടുത്തിരുന്ന, അത്രയും കെയറിങ് കൊടുത്തിരുന്ന, അത്രയും ഒരു ലവിങ് ഫാദറായിരുന്നു ബ്രഹ്മ ബാബ. പക്ഷെ ശിവബാബ പ്രവേശിച്ചതിന് ശേഷം ബാബയിൽ മാറ്റങ്ങൾ വന്നപ്പോൾ നിർമ്മൽ ശാന്ത ദാദിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, അച്ഛനിൽ കുറേ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കെയറിങ് ഒന്നും ഇപ്പം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ തോന്നി ഞാൻ തന്നെ പോയിട്ട് നേരിട്ടൊന്ന് കാണാം, എന്താണെന്ന് ഒന്ന് നോക്കട്ടെ, എന്താ ബാബയ്ക്ക് പറ്റിയത്. क्योंकि उन दिनों तो जादू होता था ना.
हाँ, जादू समझते ना, जादू होता था। तो वो आई थी देखने के लिए कि मेरे फादर को क्या हो गया है, और ब्रह्मा बाबा ने उनको दृष्टि दे दी तो वो चेंज हो गई वो बाबा की बन गई। അപ്പോൾ ബാബയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ആവേശത്തിൽ പോയതാണ് ദാദി ബാബയുടെ അടുത്തേക്ക്. പക്ഷെ ബാബയുടെ മുന്നിലെത്തിയതും ബാബയുടെ ദൃഷ്ടി ലഭിച്ച ആ സെക്കൻഡിൽ ദാദി മാറി. सुना, ऐसे सभी दादियों की कहानी है, लेकिन यही बताती हूँ इन शॉर्ट दोनों के हिसाब से। तो उस समय क्या हुआ, जैसे ये लोग ज्ञान में आए, बाबा के बने, जीवन में एक बड़ी खुशी और एक सेटिस्फेक्शन, संतुष्टता आ गया। क्या होता है जब आपके पास बहुत धन होता है तो आपका सेटिस्फेक्शन लेवल थोड़ा सा ज़्यादा ही हाई होता है, इतने जल्दी आपको सेटिस्फाई नहीं होता है, सेटिस्फेक्शन नहीं होता है, ये भी चाहिए वो भी चाहिए, ऐसे वाला हिसाब होता है थोड़ा। लेकिन ये जितनी बहनें माताएं सब ज्ञान में आए, उनको जैसे सैचुरेशन हो गया भाई सब चीज़ों का, वो संतुष्ट हैं और कुछ नहीं चाहिए, डिमांडिंग नहीं कोई चीज़ का। तो लोगों को बहुत अच्छा लगने लग गया और सबने अपने अपने बहन बेटियों को यज्ञ में भेजना, ओम मंडली में भेजना शुरू किया. അതായത് ജ്ഞാനമാർഗത്തിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ വളരെയധികം ഒരു സന്തുഷ്ടതയുടെ ഫീലിംഗ് വരും ഉള്ളിൽ. അത് തന്നെയാണ് അന്നും സംഭവിച്ചത്. ഇപ്പോൾ വളരെയധികം ധനമുള്ള ഒരാൾക്കാണെങ്കിലും ഒരു പൂർണ്ണ സംതൃപ്തി വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. എത്ര ധനം ഉണ്ടെങ്കിലും ആ സംതൃപ്തി വരില്ല. പക്ഷേ യജ്ഞത്തിൻ്റെ ആരംഭത്തിൽ ഓം മണ്ഡലി തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും അവിടേക്ക് വരുമ്പോൾ അത്രയും അധികം ഒരു സംതൃപ്തിയുടെ ഫീലിംഗ് ആണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികളെ ഓം മണ്ഡലിയിലേക്ക് അയക്കുമായിരുന്നു, സ്വയം എല്ലാവരും വരുമായിരുന്നു. तो सब लोग चलने लगे ज्ञान में, आने लगे अलग अलग फैमिलीज की बहनें बेटियां, सब ज्ञान में चल पड़े. एक्चुअली बहुत ये लोग बहुत रॉयल लोग थे, बताए ना, ब्रिटिशर्स के राज में भी अंग्रेज लोग इनके घर में काम करने आया करते थे. इनके बच्चों को संभालने वाली जो आया होती थी वो मोस्टली मेमे होती थी. मैम समझते ना, मेम माना ब्रिटिश लेडी, ब्रिटिशर्स की जो लेडीज होती थी उनको मेम बोलते थे उन दिनों. मेमे होती थी, मैम होती थी, जो आकर के इनके बच्चों को संभालती थी और पढ़ाती थी घर में आकर के, और क्या कहें स्कूल में टीचर्स बच्चों के वो हुआ करती थी. ऐसे ये लोग बड़े रॉयल फैमिली के लोग थे हैदराबाद सिंध में. അപ്പോൾ അങ്ങനെ ജ്ഞാനമാർഗത്തിൽ എല്ലാവരും കുടുംബമായിട്ട് വരാൻ തുടങ്ങി. കാരണം ഇവിടെ വരുമ്പോൾ വളരെ സംതൃപ്തി കിട്ടുകയാണല്ലോ, അങ്ങനെ വരാൻ തുടങ്ങി. മാത്രമല്ല ബ്രഹ്മബാബയുടെ ഫാമിലി പണ്ടേ വളരെ റോയൽ ആയിരുന്നു എന്ന് ദീദി പറഞ്ഞല്ലോ. അതായത് അന്നത്തെ കാലത്ത് ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ ബാബയുടെ ഫാമിലിയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഒരു സർവൻറ്റ് തരഫിന് സർവൻറ്റ് मतलब ऐसे घर में जो കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി वो लोग ऐसा अलाउ नहीं करते थे, सर्वेंट अपने आप को कहलवाना नहीं अलाउ करते थे ना. അപ്പോൾ ബ്രിട്ടീഷുകാർ ബാബയുടെ ഫാമിലിയിലേക്ക് വരുമായിരുന്നു എന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എത്ര റോയൽ ആയിരുന്നു ബാബയുടെ ഫാമിലി. सुना, तो धीरे धीरे फिर क्या हुआ, एक ही बात, ज्ञान उस समय एक ही था कि पवित्र बनना है और हमारी पवित्रता से भारत स्वर्ग बनेगा, भारत को स्वर्ग बनाना है पवित्रता के बल से. तो पवित्रता माना खान पान की शुद्धि और जीवन की ब्रह्मचर्य की शुद्धि, यही सब बातें थी जो पता था उस समय. शिव बाबा ब्रह्मा बाबा ये भी नहीं पता था उन दिनों. हाँ, शिव बाबा कौन है, ब्रह्मा बाबा कौन है, कुछ नहीं. ऑलमाइटी बाबा का कॉन्सेप्ट भी बाद में आया. लेकिन समझो वो ऐसा एक समय था जो सबको यही पता था कि स्वर्ग आने वाला है. जो आता था उसको साक्षात्कार हो जाता था, ओम ध्वनि किया और जादू लग जाता था, वो बाबा का बन जाता था. तो किसी को कुछ पता नहीं चला, सब अच्छे हो रहे हैं, बच्चे भी भेजे, ओम मंडली भी बनी और क्या कहें बोर्डिंग स्कूल भी बन गया इत्यादि. लेकिन जैसे पता चला कि ये बहनें माताएं जो हैं अब ब्रह्मचारिणी बन गए हैं, अब संसारी नहीं बनेंगे, तो जो है वो बहुत बड़ा प्रॉब्लम सिंध में शुरू हुआ. ഇപ്പം യജ്ഞത്തിൻ്റെ ആരംഭത്തിൽ ജ്ഞാനത്തിൽ മുഖ്യമായിട്ട് ബാബ കൊടുത്തിരുന്ന
പോയിന്റ് ഇതായിരുന്നു, സ്വയം പവിത്രമായിട്ട് ജീവിക്കണം, പവിത്രതയുടെ ആധാരത്തിൽ സ്വർഗത്തിൻ്റെ സ്ഥാപനം നമുക്ക് ചെയ്യണം. അപ്പം എല്ലാവരുടെ ഉള്ളിൽ ആ ലഹരിയായിരുന്നു, സ്വർഗത്തിൻ്റെ സ്ഥാപനം നടക്കാൻ പോവാണ്, നമ്മളിലൂടെ സ്വർഗം സ്ഥാപിക്കണം. ആ ലഹരിയിലാണ് എല്ലാവരും വന്നിരുന്നത്. അല്ലാതെ അന്നൊന്നും ശിവബാബയുടെ രൂപം ഇതാണ്, ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിച്ചിരിക്കുകയാണ്, ഓൾമൈറ്റി ബാബ എന്നുള്ള അറിവ് പോലും അന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഉണ്ടായിരുന്ന ആ ലഹരി ഇതായിരുന്നു, പവിത്രമായിട്ട് ജീവിക്കണം, ആഹാരപാനീയം, ബ്രഹ്മചര്യം, വ്യവഹാരം എല്ലാത്തിലും പവിത്രത, ശുദ്ധത വേണം, അതിലൂടെ സ്വർഗം സ്ഥാപിക്കണം. അങ്ങനെയായിരുന്നു അന്നത്തെ അവസ്ഥ. सुना। फिर समाज में जो है वही लोग जो ओम मंडली के प्रशंसक थे, बाबा के अपने लोग, उन्होंने एंटी ओम मंडली बना लिया. ഇപ്പൊ ബ്രഹ്മചര്യത്തിന്റെ പാലന ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് അമ്മമാര് ആദ്യം ഓം മണ്ഡലിയിൽ ഉണ്ടായിരുന്ന സഹയോഗം കൊടുത്തിരുന്നവർ തന്നെ ആന്റിയായി, എതിരായി. और ये जो एंटी ओम मंडली का जो लीडर था, निर्मल शांता दादी का ससुर था. അതിൽ മുഖ്യമായിട്ടും ഓം മണ്ഡലിയുടെ ആന്റി ആയിട്ട്, എതിർഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന അതിലും മുഖ്യമായിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞാൽ നിർമ്മൽ ശാന്ത ദാദിയുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിരുന്നു. ഹസ്ബൻഡിന്റെ ഫാദർ, ഹസ്ബൻഡിന്റെ അച്ഛനായിരുന്നു, ബാബയുടെ മകളുടെ ഹസ്ബൻഡ്, फादर इन लॉ. ठीक है. फिर उस समय जो है वो रियल परीक्षा थी. आप सोचें, इतने रॉयल फैमिली की ये जो बहन बेटियां थी, इतनी पढ़ी लिखी, उस जमाने में हमारे यहाँ पे तो स्कूल भी नहीं बने होंगे, लेकिन उस समय की ये दादियाँ एक्चुअली कोई अनपढ़ दादियाँ नहीं थी. उस समय जो पढ़ने का सिस्टम था वो 3+7 था. हाँ, मतलब पहले 3 क्लास तो गिनती नहीं करते थे और 7 क्लास बोलते थे, तो 7 क्लास में मैट्रिकुलेट होता था. तो एवरेज दादियाँ जो हैं वो उस जमाने की मैट्रिकुलेट हैं, उससे भी ज़्यादा पढ़ी लिखी हैं. और हमारे दादा आनंद किशोर तो ग्रेजुएट थे, इंग्लिश ग्रेजुएट, जो कि मतलब उस समय बहुत ही रिस्पेक्टेबल लोग इतना जो है पढ़े लिखे होते थे. इंग्लिश का ग्रेजुएट माना क्या समझो. तो ऐसे ये लोग थे. जब एंटी ओम मंडली बनी, इनको त्याग करना पड़ा. इन्होंने सब चीज़ों को ऐसे के ऐसे छोड़ दिया, पकड़े हाथ से छोड़ करके सब आ गए. कईयों को बच्चे थे, युगल था, फैमिली थी, इतना रॉयल फैमिली, सब कुछ एक झटके में छोड़ के आए. दादी निर्मल शांता को उस समय जो बेटी थी वो 21 दिन की थी. सुना, 21 दिन की बेटी थी और दादी को लग गया लगन. एंटी ओम मंडली बना, ये वो हुआ, तो उनको लगन लगा कि मैं बाबा की हो चुकी हूँ, अब मुझे इस संसार में कोई रस नहीं है. तो उनको उनकी सास ने मदद किया, कहा मुझे तुम्हारा लगन दिखाई दे रहा है, तुम निश्चिंत होके जा सकते हो, मैं तुम्हारी इस बच्ची को अडॉप्ट करती हूँ, मैं इसको पालूंगी पोसूंगी, लेकिन तुम इतने महत् कार्य में, इतने सत् कार्य में जा रही हो, हिम्मत रख के बाहर निकलती हो, तो तुम जाओ. सुना. फिर उन्होंने बच्ची को संभाला, पाला, बड़ा किया, सब किया. ऐसे ही सब दादियाँ ने अपना अपना सब कुछ छोड़ा और बाबा के पीछे आ गए. അപ്പോൾ ആൻറ്റി ഓം മണ്ഡലി ഒക്കെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് എല്ലാവർക്കും ഒറ്റയടിക്ക് എല്ലാം വിട്ടിട്ട് ബാബയുടെ കൂടെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ ദാദിമാരെല്ലാവരും തന്നെ ലൗകികത്തിലെ എല്ലാ സമ്പന്നതയും, പഠിത്തവും വിദ്യാഭ്യാസവും സമ്പന്നതയും ഒക്കെ ഉണ്ടായിരുന്നവരായിരുന്നു. അപ്പം അന്നത്തെ പഠിത്തം എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ് വരെ പഠിക്കുക, മാക്സിമം പഠിത്തം എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് വരെയാണ്. മെട്രിക്കുലേഷൻ പാസ്സായി എന്നാണ് അന്നത്തെ ആ കൺസെപ്റ്റ്. അപ്പോൾ ദാദിമാരൊക്കെ പഠിച്ചവർ തന്നെയാണോ, പഠിക്കാത്തവരൊന്നും ആയിരുന്നില്ല, 3ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ആനന്ദ് കിഷോർ ദാദ അന്ന് BA ലിറ്ററേച്ചർ ആയിരുന്നു. അന്നത്തെ കാലത്ത് BA ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ആ സമയത്ത് ആൻറ്റി ഓം മണ്ഡലിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് ബാബയുടെ അടുത്തേക്ക് ഒറ്റയടിക്ക് സമർപ്പണമാകേണ്ടി വന്നു. അപ്പോൾ അതിൽ നിർമ്മൽ ശാന്ത ദാദി സമർപ്പണമായ സമയത്ത് ദാദിക്ക് 21 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു ദാദിക്ക് ഉണ്ടായിരുന്നത്.
അപ്പോൾ ആ സമയത്താണെങ്കിൽ ദാദിക്ക് അങ്ങേയറ്റം ലഹരിയാണ്, ഈശ്വരീയ ലഹരിയാണ്. അങ്ങനെയാണ് ബാബയുടെ അടുത്ത് വന്നത്. അപ്പോൾ ദാദിയുടെ ലഹരി കണ്ടിട്ട് ബാബയുടെ കൂടെ പോകാൻ സഹായിച്ചത് ദാദിയുടെ ഇൻലോസ് തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദാദിയുടെ ലഹരി കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കൊള്ളാം കുട്ടീനെ, 21 ദിവസം പ്രായമായിട്ടുള്ള കുട്ടീനെ. और दादी पुष्प शांता जी के लिए जो सुना है वो बहुत ही मतलब जापान में भाई बिजनेस करते थे, उनके युगल जो है बिजनेस करते थे. उनको 2 बेटा और 1 बेटी थी. बेटी तो अभी 1 साल की थी, छोटा बेटा 2-2.5 साल का था और बड़ा बेटा 4 साल का. ये उनके बच्चे थे जिस समय वो घर छोड़ करके आई. और उस ज़माने में 1930s में दादी जापान में जब कार चलाती थी तो उनके आसपास उनके जैसा स्पीड में कार चलाने वाला कोई नहीं था. लोग उनको उस समय भी डेयर डेविल ड्राइवर के रूप में जानते थे जापान में. इतनी अल्ट्रा मॉडर्न, हाँ, मैचिंग वाले कपड़े जो आजकल मतलब अभी के फैशन सुनाई देते हैं, लेकिन वो उन दिनों में भी बहुत ज़्यादा फैशनेबल, बहुत रॉयल और बहुत ही उस प्रकार की एडवांस्ड थी. जब बाबा मिले तो वो परिवार को ऐसे छोड़ के आ गई. भाई का इनसे बहुत प्यार था. भाई खूब रोने लगा, तुमको जैसे रहना है रहो, लेकिन मेरे साथ रहो, मेरे बच्चों को संभालो, कौन संभालेगा तुम्हारे बिना. ഇപ്പോൾ പുഷ്പശാന്ത ദാദിയുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. പുഷ്പശാന്ത ദാദിയുടെ ഹസ്ബൻഡ് ജപ്പാനിലായിരുന്നു, അവരും നല്ല സമ്പന്നമായിരുന്നു. അപ്പോൾ പുഷ്പശാന്ത ദാദിയും ബാബയിൽ സമർപ്പണമാകേണ്ട ആ സമയത്ത് ദാദിക്ക് 3 മക്കളായിരുന്നു. അതിലേറ്റവും താഴെയുള്ള കുട്ടിക്ക് 1 വയസ്സായിരുന്നു, തൊട്ട് മേലുള്ള കുട്ടിക്ക് 2.5 വയസ്സായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ദാദിയുടെ വിശേഷത പറയാണ്, അന്നത്തെ കാലത്ത് ദാദി വളരെ ഫാസ്റ്റ് ഡ്രൈവറായിരുന്നു. അതും ദാദി ലൗകിക രീതിയിലാണെങ്കിൽ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ആഭരണങ്ങൾ അങ്ങനെയൊക്കെ വളരെയധികം ആ രീതിയിൽ ശ്രദ്ധ കൊടുത്തിരുന്ന ആളായിരുന്നു. പക്ഷെ ബാബയുടേതായപ്പോൾ സെക്കൻഡിൽ അതെല്ലാം വിട്ടു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്ന് കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, നിനക്ക് നോക്കാൻ സാധിക്കില്ല. അങ്ങനെ കുട്ടികളെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ദാദി ബാബയുടേതായിട്ട് വന്നു. दादी ने अपने घर में एक लेडी रखा हुआ था, बहन थी जो उनके बच्चों को संभाले और सारा घर का अफेयर संभाल सके. ऐसी एक बहन को, एक लेडी को रखा हुआ था. उसने उनकी शादी अपने युगल के साथ कराई और वहाँ से निकल के आगे कहा ये संभालेगी मेरे बच्चों को, मुझे इस पे निश्चय है. और उनके हाथ में घर परिवार दे के बाबा के पास आ गई. कहा अब इस दुनिया में मेरी कोई रुचि नहीं है, मैं यहाँ नहीं रह सकती हूँ, मेरा अब किससे भी अटैचमेंट नहीं है. ना पति पति जैसा दिखता है, ना बच्चे बच्चे जैसे दिखते हैं. मैं तो अब जगत जननी बनने लगी हूँ, वृत्ति टूट गई है, तो मेरा यहाँ रहने का कोई लाभ नहीं. उनको सेटल करके दादी आई. ബാബയുടേതായപ്പോൾ തന്നെ മനോവൃത്തിയിൽ അത്രയും മാറ്റം വന്നു. ലൗകിക ബന്ധങ്ങളോട് തന്നെ ആ ഒരു ഫീലിംഗേ വന്നിരുന്നില്ല. പതിയായിട്ടോ മക്കളായിട്ടോ ഒന്നും തോന്നിയിരുന്നില്ല. അത്രയും ഈശ്വരീയ ലഹരിയായിരുന്നു. शांता कौन है पूछती है. 1 മിനിറ്റ് അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊരു സെർവൻറ്റിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാദി ബാബയുടെ അടുത്തേക്ക് പോരുന്നേക്കാളും മുമ്പ് ആ സെർവൻറ്റിനെ കൊണ്ട് ഹസ്ബൻഡിനെ വിവാഹം കഴിപ്പിച്ചു മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് വിട്ടുപോകുന്നത്. दादी पुष्प शांता कौन है, कुलाबा सेंटर की जो इंचार्ज रहे. एक्चुअली वो फैमिली जिसने सबसे पहले बाबा को घर दिया. कुलाबा में जो फ्लैट मिला सबसे पहला, मतलब उससे पहले वाटरलू मेंशन में भाड़े के रेंटेड हाउस में रहते थे, लेकिन दादी के युगल ने पहला फ्लैट दिया. जिस युगल को बच्चों को छोड़ के आई थी ना, उस युगल ने पहला फ्लैट दिया जहाँ बाबा का घर बना. बहुत ही मतलब क्या कहें, एकदम एक्स्ट्रा ऑर्डिनरी स्टोरीज हैं इन दादियों की. और इनकी महानता, इनका त्याग, तपस्या मतलब बहुत ऊंचा है. बाबा के हर एक बच्चे को एक दादी की कहानी आप सुनोगे ना, आपको आश्चर्य लगेगा. वो जो परिवार, करोड़ोंपति का परिवार, उसको छोड़ के बाबा ने कहा आ जाओ, तो यूं छोड़ के आ गई, पीछे देखा भी नहीं.
കോടിപതിയുടെ ഫാമിലിയിൽ നിന്ന് വന്നതാണ് ദാദി. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ബാബയുടേതായത്. അപ്പോൾ ദീദി പറയാണ് ബോംബെയിൽ ആദ്യം ഉണ്ടായിരുന്നത് റെൻറ്റഡ് ഹൗസായിരുന്നു ബാബയ്ക്ക്. വാട്ടർലൂ മെൻഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാബയുടെ റെൻറ്റഡ് ഹൗസായിരുന്നു. ബാബയ്ക്ക് ആദ്യമായിട്ട് ബോംബെയിൽ സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് കൊടുത്തത് പുഷ്പശാന്ത ദാദിയുടെ ഹസ്ബൻഡാണ്. കൊളാബ സെൻറ്റർ അങ്ങനെയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. छोड़ के आ गए यज्ञ में, फिर बेगरी पाठ शुरू हो गया. यज्ञ में कुछ नहीं है तो बाबा ने कहा जाओ अपने लौकिक पति की सेवा करो, उससे मदोगरी कराओ. बाबा के यज्ञ में धन की सेवा कराओ. അപ്പോൾ ബേഗറി പാർട്ട് വന്ന സമയത്ത് ബ്രഹ്മബാബ പുഷ്പശാന്ത ദാദിയുടെ അടുത്ത് പറഞ്ഞു, അതായത് പുഷ്പശാന്ത ദാദിയുടെ ഹസ്ബൻഡ് ഒരുപാട് യജ്ഞത്തിന് വേണ്ടിയിട്ട് ചെയ്തല്ലോ, വീടൊക്കെ പണിത് കൊടുത്തല്ലോ. അപ്പോൾ ബാബ പറഞ്ഞു, ശരി ഇപ്പം നീ പോയിട്ട് തിരിച്ച് ലൗകിക ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയൂ യജ്ഞത്തിന് വേണ്ടിയിട്ട് ധനത്തിൻ്റെ സേവനം ചെയ്യാൻ. ये वो समय था जब उसके बीच में बड़े जब बच्चे हो गए हैं 10 साल के लगभग, मतलब 10 क्या 14 साल रहे ना वहाँ, ये वहाँ पे हैदराबाद सिंध में कराची में. उसके बाद जब भारत में आए तो उनके बच्चे बार बार दादी से मिलने आए कि हम अपनी माँ का चरण छूना चाहते हैं. तो दादी वहाँ पूछती थी किससे मिलने आए हो? अपनी माँ से मिलने आए हैं, यहाँ कोई तुम्हारी माँ नहीं रहती, जाओ. तो बेचारे रोते थे कि हम माँ के थोड़ा पाँव छुएं, जन्मदात्री है, सुनते हैं ऐसी अच्छी है माँ, रिस्पेक्ट बहुत रहा लास्ट तक भी. तो कहा हम थोड़ा पाँव छूना चाहते हैं. दादी ने कभी अलाउ नहीं किया, मैं किसी की माँ नहीं हूँ और तुम मेरे कोई बच्चे नहीं हो. बाबा ने पैर छूने के लिए मना किया है. मिलना है तो बाबा से मिलो, मम्मा से मिलो, हमारा तुमसे कोई काम नहीं. कराची की बात है ये? नहीं, ये मधुबन की बात मधुबन है. में जब आ गए हैं ना माउंट आबू में, तब की बात है. പിന്നീട് മധുബനിൽ വന്നതിന് ശേഷമുള്ള കാര്യം പറയാണ്. പുഷ്പശാന്ത ദാദിയുടെ മക്കള് ദാദിയെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വരുമ്പോൾ കാല് തൊട്ടൊന്ന് വന്നിക്കാനൊക്കെ വേണ്ടിയിട്ട് വരും. അപ്പോൾ ദാദി ചോദിക്കുന്നു, നിങ്ങൾ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ പറയും, ഇവിടെ അമ്മയൊന്നും ഇല്ല, നിങ്ങളുടെ അമ്മയൊന്നും ഇവിടെ ഇല്ല, നിങ്ങൾക്ക് കാണണമെങ്കിലും ബാബയെ കാണാം, അമ്മയെ കാണാം, അങ്ങനെ പറയുമായിരുന്നു. फिर बहुत ही जल्दी बेगरी पाठ. बाबा ने कहा जाओ उनके पास, उनकी सेवा करके मदोगरी करके लेके आओ. दादी बड़ी ऑनेस्टली कुछ नहीं बोला, कोई रिएक्शन नहीं, कोई प्रश्न नहीं, अंदर भी कोई प्रश्न नहीं. गई, बेल बजाया. जब बेल बजाया तो वो बहन आई, मतलब जो दूसरी बहन को शादी, उसने चरण स्पर्श किए, कहा ये घर आपका है, ये सब कुछ आपका है, आप संभालो. कहा मैं तेरा कोई घर संभालने नहीं आई हूँ, मुझे बाबा ने भेजा है, यहाँ सेवा बढ़ानी है. तुम क्या अपने घर में से एक कमरा मुझे दे सकती हो? मैं यहाँ रह के सेवा बढ़ाऊंगी, मदोगरी करके बाबा की यज्ञ में भेजूंगी. तो उसने അപ്പോൾ ബാബ വിട്ടല്ലോ പുഷ്പശാന്ത ദാദിനെ ബഗറി പാട്ടിൻ്റെ സമയത്ത് തിരിച്ച് ലൗകിക വീട്ടിലേക്ക് സേവനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ബാബ അത് പറഞ്ഞപ്പോൾ പുഷ്പശാന്ത ദാദിയുടെ ഉള്ളിൽ ഒരു ചിന്ത പോലും സംശയത്തിൻ്റെ വന്നില്ല, ചോദ്യങ്ങളും വന്നില്ല, മനസ്സിൻ്റെ ഉള്ളിൽ വരും ചെയ്തില്ല. ബാബയോട് ഒന്നും ചോദിച്ചില്ല. ബാബ പറഞ്ഞു, അതുപോലെ അനുസരിച്ചിട്ട് ദാദി ലൗകിക വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അവിടെ അറിയാലോ ഹസ്ബൻഡിൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്ന, മുമ്പത്തെ ഭാര്യ അവരുണ്ടായിരുന്നു. അവർ വാതിൽ തുറന്ന വഴി തന്നെ കാലിൽ നമസ്കരിച്ചിട്ട്, ദാദിയുടെ കാലിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, താങ്കളുടെ വീടാണ്, താങ്കൾ ഈ വീട് സംരക്ഷിക്കുന്നു. അപ്പോൾ ദാദി പറഞ്ഞു, ഞാൻ വീടും ഇതൊന്നും നോക്കാനും സംരക്ഷിക്കാനും ഒന്നും വന്നതല്ല, ഞാൻ ബാബയുടെ ആജ്ഞപ്രകാരം വന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു മുറി എനിക്ക് ഈശ്വരീയ സേവനത്തിന് വേണ്ടിയിട്ട് നൽകുകയാണെങ്കിൽ അവിടെ സേവനം ചെയ്തിട്ട് എനിക്ക് യജ്ഞത്തിന് വേണ്ടിയുള്ള സഹയോഗം കൊടുക്കാൻ സാധിക്കും, അങ്ങനെ പറഞ്ഞു. फिर बच्चे आए, फिर युगल आया, सबको कहा मैं बाबा की रिप्रेजेंटेटिव आई हूँ, सेवा करने आई हूँ. बाबा ने मुझे ये ऑर्डर दिया है कि आप हमको एक कमरा दो, वहाँ रह कर के हम सेवा करेंगे और उसके बाद जो है बाबा अगला इंस्ट्रक्शन बाबा का जैसा आएगा वैसा करेंगे. तो उन्होंने अपना कमरा दिया और सेवा शुरू हुई वहाँ से. फिर वाटरलू मेंशन में मकान रेंट पे लिया, जो बाबा कहते ना प्रिंस ऑफ वेल्स की बात बाबा करते हैं मुरली में, उसके बिल्कुल सामने वो वाला मकान था जहाँ सेवाएं फिर शुरू हुई.
അപ്പോൾ ദാദിനെ കാണാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡും മക്കളും ഒക്കെ വന്നു. അപ്പോൾ ദാദി പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ആ രീതിയിലല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ബാബയുടെ ആജ്ഞ അനുസരിച്ച് ബാബയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നതാണ് ഇവിടെ സേവനം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മുറി എനിക്ക് അതിന് വേണ്ടിയിട്ട് തന്നാൽ മതി അങ്ങനെ പറഞ്ഞ് അപ്പോൾ അവർ ദാദിക്ക് സേവനത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു കൊടുത്തു. तो वो था वाटरलू मेंशन का सेंटर नहीं वाटरलू मेंशन में बाद में शिफ्ट किया रेंट का हाउस पर. അങ്ങനെ അവിടുന്ന് പിന്നീട് റെന്റഡ് ഹൗസ് എടുത്തതാണ് വാട്ടർലൂ മെൻഷനിൽ. फिर एक फ्लैट लेकर के दिया भाई ने, और वो फ्लैट जो अभी कुलाबा सेंटर है वो वाला फ्लैट उन्होंने पहली बार जो है यज्ञ में दिया. और उसके बाद फिर ज़्यादा महत्वपूर्ण बात यह है कि जो सेवाएं हुई ना वहाँ से, देखो पता नहीं कैसे स्किप हो गया, कुछ बहुत इम्पोर्टेंट सोचे थे. हाँ, ये वो फैमिली है जिन्होंने हमें ग्लोबल हॉस्पिटल दिया है. वाटुमल हॉस्पिटल ना, जी वाटुमल हॉस्पिटल है. तो ये वाटुमल, जी वाटुमल जो है वो दादी के ससुर, लौकिक ससुर जो थे वो हैं, उन्होंने वहाँ हॉस्पिटल दिया. तो ये लोग इतने रॉयल फैमिली के बहुत बड़े लोग थे, बाबा को बहुत मदद दिया, सेवा भी कराई और सब चीज़ें जो मैं आगे बढ़ाया. लेकिन किसी भी दिन, एक भी दिन उन्होंने कंप्लेन नहीं किया कि भाई ये क्या हो गया, हमारे माता को ले गए, बेच दिया, और ये लोग इतने बड़े बड़े अब देखो मदोगरी करने के लिए कैसे ज्ञान सुना रहे हैं, कैसे सिंपल रह रहे हैं. नहीं, उन्होंने पूरी तरह से हर बात में मदद किया. അപ്പോൾ പുഷ്പശാന്ത ദാദിയുടെ ഹസ്ബൻഡ് ആദ്യം വാട്ടർലൂ മെൻഷനിൽ റെന്റഡ് ഹൗസ് ബാബയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു. അതിനുശേഷം സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ബാബയ്ക്ക് കൊടുത്തു. അതാണ് കൊളാബ സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം ഗ്ലോബൽ ഹോസ്പിറ്റൽ, മധുബൻ പോയവർക്കറിയാം, ഗ്ലോബൽ ഹോസ്പിറ്റലിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജെ വാട്ടുമൽ എന്ന്. ഈ വാട്ടുമൽ എന്ന് പറയുന്നത് പുഷ്പശാന്ത ദാദിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അത് അവരുടെ പേരാണ് ജെ വാട്ടുമൽ എന്നത്. പിന്നെ ദീദി പറയാണ്, ഒരിക്കൽ പോലും ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കളോ ഒരു കംപ്ലൈൻറ്റ് പോലും ദാദിയുടെ അടുത്ത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെ അവരെല്ലാം ഉപേക്ഷിച്ച് പോയല്ലോ, സേവനത്തിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിൻ്റെ പേരിലൊന്നും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. മാത്രമല്ല പൂർണ്ണ सहयोग കൊടുത്തിരുന്നു. माताओं के सिलसिला में ये एक माता जी, दीदी जो है वो माता थी, ये भी बहुत रॉयल फैमिली की थी. बॉम्बे का जो कौन सा हॉस्पिटल है, जसलोक हॉस्पिटल जो है वो दीदी के भाई का है, सुना. और दीदी की माता जी जो थी, बाबा उनको क्वीन मदर कहा करती थी, क्योंकि ऐसे ही फैमिली से थी जहाँ वो क्वीन की तरह थी. तो क्वीन मदर की दो बेटियाँ ज्ञान में रही, दीदी निर्मशांता, दीदी मनमोहिनी बड़ी दीदी, और शील दादी. शील दादी गाम देवी में रहते थे, और बाबा उनको बॉम्बे का गवर्नर कहते थे. हाँ, ये इस प्रकार. वो तो कन्या थी लेकिन दीदी माता थी. दीदी ने भी अपना सब कुछ छोड़ा एक ही झटके में. ये एक बड़ा अच्छा ग्रुप जो बाबा ने एक्चुअली 7 माताओं की भट्टी बनाई थी ना, ओम मंडली जो बनाई थी, उसमें दादियाँ नहीं थी, ये वाली दादियाँ नहीं थी, ये लोग थे. मतलब ओम मंडली में शुरू में मम्मा जो थी वो मुख्य रही, और इन लोगों के हाथ में यज्ञ सौंपा था. बहुत ही बुद्धिमान दीदी के लिए तो कहते हैं कि वो उड़ती चिड़िया के पर गिन लेती थी, और सामुद्रिक लक्षण को बहुत अच्छी तरह से जानती थी. आपको एक बार ऊपर से नीचे देख लेगी तो आपका भूत और भविष्यति जान लेती थी. इस प्रकार की मतलब बहुत ही शुरूट, बुद्धिमान, बड़े रॉयल फैमिली की दीदी भी थी. ये ऐसे फैमिली के दीदी मतलब क्या कहें, जो बहनें बेटियां हैं, उन्होंने यज्ञ को शुरू किया. बाबा के आसपास जो थे वो ये आत्माएं थी जिनको लेकर के बाबा ने यज्ञ शुरू किया था. അതുപോലെ തന്നെയാണ് നമ്മുടെ മൻമോഹിനി ദീദി. മൻമോഹിനി ദീദിയും മൻമോഹിനി ദീദിയുടെ സഹോദരി ഷീൽ ദീദി, ഇവർ രണ്ടുപേരുടെയും അമ്മ ക്യൂൻ മദർ, അവരും യജ്ഞത്തിലേതായിരുന്നു. ബാബ കൊടുത്ത പേരാണ് ക്യൂൻ മദർ എന്നത്. അപ്പോൾ ലീന ബെഞ്ചി പറയാണ്, ഇവരെല്ലാവരും എത്രയോ റോയൽ ഫാമിലിയിലുള്ളവരാണ്. യജ്ഞത്തിൻ്റെ ആദിയിലുള്ള ഈ ആദിരത്നങ്ങളൊക്കെ എത്ര റോയൽ ഫാമിലിയിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ മൻമോഹിനി ദീദിയുടെ ചേട്ടൻ ബിൽഡ് ചെയ്ത ഹോസ്പിറ്റലാണ് ബോംബെയിലുള്ള നമ്മുടെ ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങനെ അത്രയും വളരെ ഉയർന്ന ഫാമിലിയിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാവരും, ആദിരത്നങ്ങൾ എല്ലാവരും എന്ന് പറയാണ്.
പിന്നെ ദീദിയുടെ ഒരു വിശേഷത പറഞ്ഞത് ഇതാണ്, വളരെ ഷ്രൂഡ് ബുദ്ധിയായിരുന്നു ദീദിക്ക്. അതായത് അത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. ഒരാളെന്നെ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, അടിമുടി ഒന്ന് ഒറ്റ പ്രാവശ്യം നോക്കിയാൽ മതി, അവരുടെ ഭൂതവും ഭാവിയൊക്കെ അപ്പം തന്നെ ദീദിക്ക് മനസ്സിലാകുമായിരുന്നു. सुना, और भी ऐसे ये तो दिग्गज हैं जो दिखाई दे रहे हैं, लेकिन और भी बहुत माताएं थी, जिनमें से बड़ी दादी की 2 बहनें थी, किशनी दादी, सती दादी, वो भी माताएं थी. हाँ, मिठू दादी की माँ पप्पड़ माता में से थी. दीदी की माँ क्वीन मदर, रतन मोहिनी दादी की माँ क्या नाम, देवी माता. हाँ, ऐसे करके ये सब जो माताएं थी, बहुत रॉयल और बहुत अच्छी अच्छी माताएं एक बार में एक धक में अपनी बच्चियों को लेके समर्पित हो गई. ऑलराउंडर दादी, गुलजार दादी की माता जी, और फिर मतलब ऐसे दादी की बड़ी मतलब संदेशी दादी की माता जी, मम्मा की माता जी, मम्मा की मौसी, ऐसे सब कई माताएं थी जिन्होंने एक धक से अपने आप को समर्पित किया और यज्ञ को चलाया. और यज्ञ में बन की काठी थी, एक जैसे नहीं थे सब, सभी रॉयल फैमिली के भी नहीं थे, कुछ सिंपल फैमिली के भी आए थे, कुछ सिंपल आत्माएं भी थी. लेकिन इन सब के बीच में ये जो यज्ञ सब चीज़ों को, सब तूफानों को लेकर के बाबा ने जो यज्ञ का कारवां अभी तक लेके आया है, जो बात मुख्य मेरी जो समझ में आती है वो ये है, इन सब के पीछे जो मजबूती रही, जो सीमेंट रहा, वो पवित्रता था, ब्रह्मचर्य था, पवित्र था, जिसके लिए बहुत लड़ाई झगड़ा हुआ, बहुत तूफान आए, बहुत सहन करना पड़ा. बहुत लोगों ने बाबा को कहा, बाबा ये पवित्रता का पार्ट छोड़ दो ना. बाबा ने कहा यही जो है यूनिकनेस है इस परिवार का और बाबा के भगवान के सृष्टि बदलने का. तो बच्चों को लास्ट तक भी इसको संभाले रखना है. അതായത് യജ്ഞത്തിൻ്റെ ആദിയിൽ ശരിക്കും പറഞ്ഞാൽ ഓം മണ്ഡലിയുടെ സമയത്ത് ബാബ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ 7 അമ്മമാരായിരുന്നു. ശരിക്കും ഈ സമയത്ത് ദാദിമാരൊന്നും ആയിരുന്നില്ല, പ്രകാശ് മണി ദാദി ഒന്നും ആയിരുന്നില്ല ആ ട്രസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിലൊരാളായിരുന്നു മൻമോഹിനി ദീദി. മൻമോഹിനി ദീദി അമ്മയായിരുന്നല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, യജ്ഞത്തിൻ്റെ ആദിയിൽ അമ്മമാർ അങ്ങനെ വന്ന ബാബയിൽ സമർപ്പണം ചെയ്യായിരുന്നു. അത്രയും ഉയർന്ന ഫാമിലിയിലുണ്ടായിരുന്നവർ. അതിലൊന്നായിരുന്നു മൻമോഹിനി ദീദി. പിന്നെ അതുപോലെ തന്നെ പ്രകാശ് മണി ദാദിക്ക് വേറെ 2 സഹോദരിമാരുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ അമ്മ, മൻമോഹിനി ദീദിയുടെ അമ്മ, ഗുൽസാർ ദാദിയുടെ അമ്മ, രത്തൻ മോഹിനി ദാദിയുടെ അമ്മ. അപ്പോൾ ഇവരൊക്കെയായിരുന്നു യജ്ഞത്തിൻ്റെ ആദിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന ശക്തി, ആധാരം എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ആ ഒറ്റക്കെട്ട് വരാൻ കാരണം, അത്രയും സ്ട്രോങ് ആകാൻ കാരണം ആ പവിത്രതയുടെ ബ്രഹ്മചര്യത്തിൻ്റെ പാലനയായിരുന്നു. അപ്പോൾ പറയുമായിരുന്നു ഇവർക്കെല്ലാം വ്യത്യസ്ത പേഴ്സണാലിറ്റി ഉള്ളവരായിരുന്നു, പക്ഷെ എല്ലാവരും ഏകതയിൽ സ്ട്രോങ് ആയിട്ടായിരുന്നു യജ്ഞത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് പവിത്രതയായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് വിഘ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ബാബയോട് പറയുമായിരുന്നു, ബാബ ഈ പവിത്രതയുടെ സ്ട്രിക്ട്നെസ്സിനെ ഒന്ന് മാറ്റിക്കൂടെ, പ്രശ്നങ്ങൾ മാറുന്നു. അപ്പോൾ ബാബ പറഞ്ഞു പറ്റില്ല, പവിത്രതയാണ് स्वर्गम स्थापिക്കുന്നതിന്റെ ആധാരം. सुना, ये कहानी थी मनोहर कहानियों में से एक कहानी. फिर कभी और जैसे जैसे मौका मिलेगा सुनते रहेंगे, सुनाते रहेंगे. हाँ, ये कितनी भी किताबें लिख लो इस पे, ये मतलब कहानियाँ बहुत बहुत त्याग की कहानी, तपस्या की कहानी, कुर्बानी की कहानी, जीवन देने की कहानी. हाँ, सोचो कितनी महत्वपूर्ण, कितनी महान ये कहानियाँ है. भले भागवत बनाया, ये शास्त्र बनाया, वो शास्त्र बनाया, लेकिन इससे ऊंचा अच्छा कोई शास्त्र नहीं हो सकता है. ഈ കഥകൾ പറഞ്ഞാലും തീരില്ല. അത്രയും മഹത്വപൂർവമായിട്ടുള്ള കഥകളാണ്. ഇവരുടെ തപസ്സിൻ്റെ, ഇവരുടെ സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ബാബയോടുള്ള സ്നേഹത്തിൻ്റെ. ഇത് ഇപ്പം നമുക്കറിയാം, ശാസ്ത്രങ്ങളും വേദങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ, പക്ഷെ ഈ കഥകളുടെ ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ തീരില്ല എന്ന്, അത്രയും ഉണ്ട്. അതൊക്കെ നമുക്ക് അത്രയും ഇൻസ്പിറേഷൻസ് നൽകുന്നതാണ്. അപ്പോൾ ദീദി ഒരു ക്ലാസ്സിലായിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഷായദ് റോസ് രാത് ആപ്പ് യഹി ക്ലാസ് കറാएंगे यज्ञ हिस्ट्री का 5 दिन में. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് യജ്ഞ ഹിസ്റ്ററി കേൾപ്പിച്ചു തരും. ഓം ശാന്തി. मेरा भाग्य रहा, मैंने लगभग
50 to 55 दादियों का, माताओं दादियों का जो है पालना पाया है डायरेक्टली उनसे। 52 55 ദാദിമാരുടെ പാലന കിട്ടിയിട്ടുണ്ട് ലീന ബെഞ്ചിക്ക്। कहानियाँ उनसे डायरेक्ट सुनी है।